അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഞാനൊരു യാത്രയിലാണ്, ഒരു സാധാരണ ട്രെയിൻ യാത്ര. എന്നാൽ പുറത്തേക്ക് നോക്കുമ്പോൾ അത് ഒരിക്കലും സാധാരണമല്ല. ഈ പാളത്തിലൂടെ ഓടുന്ന ട്രെയിനിനൊപ്പം എൻ്റെ കണ്ണുകൾ ഓടുന്നത് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലൂടെയാണ്. ഇവിടെ കാണുന്ന ഈ മലകൾ, ഈ നീണ്ട വയലുകൾ, കാറ്റിനൊപ്പം തലചായ്ക്കുന്ന മരങ്ങൾ, ഇതെല്ലാം ശബ്ദമില്ലാത്തൊരു ദഅവത്താണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അവർ നോക്കുന്നില്ലയോ സൃഷ്ടിക്കപ്പെട്ടതിനെ, ഉയർത്തപ്പെട്ട ആകാശത്തിനെ, സ്ഥിരപ്പെടുത്തിയ മലകളെ, ഈ വിരിച്ചിട്ട ഭൂമിയെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത നമുക്ക് പറഞ്ഞു തന്നതാണ്. അതിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. ചിലർ യാത്ര ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ചില യാത്രകൾ മനസ്സിനെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് എത്തിക്കുന്നത്. ഈ ട്രെയിൻ ഓരോ സ്റ്റേഷൻ കടന്നു പോകുമ്പോഴും ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നും സ്ഥിരമല്ല, നമ്മൾ വഴിയാത്രക്കാർ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ഗാബിറു സബീൽ. ഈ ലോകത്ത് നീ ഒരു അജ്ഞാതനായി അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനായി ജീവിക്കുക. ഇതാണ് ഹലാൽ യാത്രയുടെ ആത്മാവ്. അഹങ്കാരമില്ലാതെ, ഹറാമില്ലാതെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ ആദരിച്ച് അവനെ ഓർത്തുകൊണ്ടുള്ള യാത്ര. ഈ കാഴ്ചകൾ നമ്മോട് പറയുന്നത് ഇതാണ്: സൗന്ദര്യം കാണാൻ കണ്ണുണ്ടാകണം, പക്ഷേ അത് തിരിച്ചറിയാൻ ഹൃദയം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നുണ്ട്, സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്. ഭൂമിയിൽ സഞ്ചരിക്കൂ, പിന്നെ സൃഷ്ടി എങ്ങനെ ആരംഭിച്ചു എന്ന് നോക്കൂ. യാത്ര അത് വെറും ദൂരം മാറ്റുന്നതല്ല, അത് ദൃഷ്ടികോണം മാറ്റുന്നതുമാണ്. ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് പോലെ നമ്മളും മുന്നോട്ട് പോകണം. കൃതജ്ഞതയോടെ, തവക്കുലോടെ, അള്ളാഹുവിൽ ആശ്രയിച്ചുകൊണ്ട്. ഈ മനോഹരമായ കാഴ്ചകളുടെ ഇടയിൽ നമ്മുടെ ഹൃദയം പറഞ്ഞാൽ മതി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.